അനിരുദ്ധ് പണി ലോകേഷ് കുമ്പി ഊമ്പലായി പോയി. പടമൊക്കെ കൊള്ളാം, പക്ഷെ കൗരവർ സിനിമ എന്ന് ചുരണ്ടിയത് ശരിയായില്ല. കൊള്ളാം, വിജയുടെ ക്യാമിയോ ഉണ്ടായിരുന്നു. ഇருக்கு കാണാനില്ല. ഒട്ടും കൊള്ളൂല. മതിയായി. എന്തൊരു ഒന്നുമില്ല, പറയല്ല. ലോകേഷിന്റെ പടമല്ല അല്ല കൊണ്ടുപോകുന്നു, പക്ഷേ ലൈറ്റ് ഹൗസ് ആക്കി കളഞ്ഞു. രജനീകാന്തിന്റെ വൺ മാൻ ഷോയും കാര്യങ്ങളൊക്കെ ഓക്കെയാണ്. പക്ഷേ ലോകേഷിന്റെ കരിയറിൽ ഏറ്റവും മോശം പടം വിജയനോട് ചെയ്ത 2 പടങ്ങളായിരുന്നു. പക്ഷേ കൂലി ഇറങ്ങിയ ശേഷം കൂലിയാണ് ഏറ്റവും മോശം പടം. ആ ലെവലിൽ പക്ഷേ പുള്ളിക്കാരൻ ഇടയ്ക്ക് നമ്മുടെ മലയാള സിനിമകളിൽ നമ്മൾ വിമർശിക്കുന്ന കുറച്ച് ഒരു എക്സ്പ്രഷൻസ് ഒക്കെ ഉണ്ട്. അതൊക്കെ ഇടയ്ക്കിടയ്ക്ക് കുറെ കയറി വന്നിട്ടുണ്ട്. ഭാഷ ഒരു വാട്ടി സൊല്ലാൻ 100 വാട്ടി சொல்ல மாட்டேன். ഡയലോഗ് ഭാഷ പടയപ്പ. ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു സംഭവം വർക്ക്. നമ്മുടെ ലോകേഷിന്റെ സൂപ്പർ സ്റ്റാറിനെ വെച്ചുള്ള കൂലി റിലീസ് ആവുകയാണ്. ലോകേഷ് പണിയിട്ടുണ്ടോ പണിയിട്ടില്ല എന്ന് നമുക്ക് നോക്കാം. സിനിമ കണ്ടിട്ട് ഇറങ്ങിയ ആൾക്കാരോട് തന്നെ നമുക്ക് സിനിമ എങ്ങനെയാണെന്ന് ചോദിച്ചു നോക്കാം. ബൈ. രജനീകാന്ത് മൂവി എന്ന് പറഞ്ഞാൽ ഓക്കെയാണ്. ലോകേഷ് എന്ന് പറഞ്ഞാൽ സാറ്റിസ്ഫൈഡ് അല്ല. ലോകേഷ് മൂവി എന്നുള്ള രീതിയിൽ സാറ്റിസ്ഫൈഡ് അല്ല. ബിലോ ആവറേജ്. ലോകേഷിന്റെ എല്ലാ സിനിമയിലൊന്നും അത്ര വന്നിട്ടില്ല. ബിലോ ആവറേജ്. അനിരുദ്ധിന്റെ നമ്മളിപ്പോ ഒരു കമ്പയർ ചെയ്യുമ്പോൾ നമ്മള് ഒരു ജയിലർ ലെവലിൽ കമ്പയർ ചെയ്യാൻ ഇല്ല, പടമില്ല. ഒരു വിക്രത്തിന്റെ ആ ഇമ്പാക്ട് ഒന്നും ഇതിൽ കിട്ടിയില്ല. ആവറേജാ. ലോകേഷിന്റെ പടങ്ങളിൽ വെച്ച് നോക്കുമ്പോൾ സാറ്റിസ്ഫൈഡ് അത്ര ഒരു ഇമ്പാക്ട് ഇതിന് വന്നിട്ടില്ല. അനിരുദ്ധ് എന്തൊക്കെയോ പണ്ണുന്നുണ്ട്, പക്ഷെ നമുക്ക് ഫീൽ ആവുന്നില്ല. ആ ലെവലാണ് അനിരുദ്ധിന്റെ പണ്ണല്. ഭയങ്കര അടിപൊളിയായിരിക്കും. ഇതിലും ഭേദം ലിയോ ഇന്റർവെല്ലിൽ പൊളിയായിരുന്നു. എല്ലാരും കത്തിച്ചിട്ടുണ്ടോ? മ്യൂസിക് ഒരു രക്ഷയില്ല. മ്യൂസിക്കാണ് എൻ്റെ മെയിൻ പരിപാടി. അതുകൊണ്ട് നമുക്ക് ഭയങ്കര സിമ്പിൾ സീൻ പോലെ ഭയങ്കര എലവേറ്റ് ആയിട്ട് തോന്നുന്നുണ്ട്. അടിപൊളി പരിപാടി. പവർ ഹൗസ് ഐറ്റം. മതിയായി. എന്തൊരു ഒന്നുമില്ല, പറയല്ല. അടിപൊളിയായിട്ടുണ്ട്. സ്കോർ ചെയ്ത് തരാം. സോബിൻ. ലോകേഷിന്റെ പടമല്ല. അല്ല എന്തൊരു ഒട്ടും കൊള്ളൂല. എന്തൊരു കൊള്ളത്തില്ല. ഒന്നുമില്ല രജനീകാന്ത് മൂവി എന്ന് പറഞ്ഞാൽ ഓക്കെയാണ്. ലോകേഷ് എന്ന് പറഞ്ഞാൽ സാറ്റിസ്ഫൈഡ് അല്ല. ലോകേഷ് മൂവി എന്നുള്ള രീതിയിൽ സാറ്റിസ്ഫൈഡ് അല്ല. ബിലോ ആവറേജ്. ലോകേഷിന്റെ എല്ലാ സിനിമയിലൊന്നും അത്ര വന്നിട്ടില്ല. ബിലോ ആവറേജ്. അനിരുദ്ധിന്റെ നമ്മളിപ്പോ ഒരു കമ്പയർ ചെയ്യുമ്പോൾ നമ്മള് ഒരു ജയിലർ ലെവലിൽ കമ്പയർ ചെയ്യാൻ ഇല്ല, പടമില്ല. അടിപൊളി, സൂപ്പർ, നല്ല പടം. അനിരുദ്ധിന്റെ സ്പീച്ചും എല്ലാം ലാസ്റ്റ് അമീർഖാന്റെ സംഭവം അടിപൊളിയാണ്. അമീർഖാനെ കൊണ്ടുവന്നിട്ട് ഊക്കി വിടും പോലെ ഒരു രംഗമായിപ്പോയി. പിന്നെ നമ്മളെ മലയാളത്തിന് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുക, നമ്മളെ മലയാളത്തിലെ നമ്മുടെ ആക്ടർ എന്ന് പറയുന്ന സൗബിന് ഒരു നല്ലൊരു വേഷം ഇതിൽ ചെയ്തിട്ടുണ്ട്. പുള്ളിയുടെ അവർ ഹൈലൈറ്റ് ഇതിലുണ്ട്. എന്തായാലും കൊണ്ടുവന്നിട്ടുണ്ട്. പുള്ളി നല്ല രീതിയിൽ ആക്ട് ചെയ്തിട്ടുണ്ട്. അതെനിക്ക് ഒരുപാട് ഇഷ്ടമായി. അതെനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. പിന്നെ ലാസ്റ്റ് പുള്ളി ഇത്രയും ബിൽഡപ്പായിട്ട് സൗബിന് അടിപൊളിയായിട്ട് വന്നിട്ട് ഏറ്റവും ലാസ്റ്റ് ആയപ്പോഴത്തേക്ക് കൊണ്ടുവന്ന് വെറുതെ ഒരു ഗ്യാസി കൊണ്ടത് കുഴിയെടുത്ത് അതിലും കുടി കളഞ്ഞ ആ ഒരു ബിൽഡപ്പ് നമ്മുടെ ഇല്ലാതെ ഞാൻ എത്രന്ന് പറയട്ടെ. അതാണ് ഉച്ചമ്മ എന്ന് എനിക്ക് പറയാൻ പറ്റുള്ളൂ. പിന്നെ അതില് വേറെ കുറച്ച് ഫൈറ്റ് സീനൊക്കെ കുറച്ച് പിന്നെ കുറച്ച് നേരം നമ്മൾ കണ്ടോണ്ടിരിക്കാന്നുള്ളതാണ് പടം ഒരു ബൂസ്റ്റപ്പ് ആയത്. അനിരുദ്ധിന്റെ BGM എന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ടായിരുന്നു. അത് എന്തായാലും നമ്മൾ കണ്ടിരിക്കണം. പിന്നെ ഏറ്റവും ലാസ്റ്റ് നമ്മുടെ രജനീകാന്തിന്റെ പഴയ സ്റ്റൈലിൽ വീഡിയോ എത്തിക്കുന്ന ഭാഷ സിനിമയില കുറച്ച് സീക്വൻസ് ഒക്കെ അതിലുണ്ട്. അതിന് നമ്മൾ എന്നാലും പിടിച്ചെടുക്കണം. പക്ഷെ പഴയതുപോലെ ഒത്തില്ല. പിന്നെ നമ്മുടെ വിനായകനായിരുന്നു എങ്കിൽ വിനായകൻ ഒപ്പോ ജയിലറില് എന്നാ സാറേ ഡയലോഗ് വന്നിട്ട് சின்ன வயசுல எனக்கு ஒரு ஆசை இருக்கு. ஆசை என்ன பெரிய ஆசை ஒரு பொருள் மேல. அதான் என் லைஃபோட டார்கெட். ഇങ്ങനെ പറയാൻ ഒരു ഡയലോഗ് പോലും ഇല്ല. അത്ര സാറ്റിസ്ഫൈഡ് അല്ല. അത്ര അങ്ങനത്തെ പടം പോലെ അല്ല. അനിരുദ്ധ് എങ്ങനെ ഉണ്ടായിരുന്നു? മ്യൂസിക് ഒരു വിക്രത്തിന്റെ ആ ഇമ്പാക്ട് ഒന്നും ഇതിൽ കിട്ടിയില്ല. ആവറേജാ. ഏറ്റവും സ്കോർ ചെയ്ത് തരാം. സൗബിൻ ലോകേഷിന്റെ പടങ്ങളിൽ വെച്ച് നോക്കുമ്പോൾ സാറ്റിസ്ഫൈഡ്.
അടിപൊളിയായിരുന്നു. അടിപൊളിയായിരുന്നു. ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന സൗബിൻ സൂപ്പർ ആയിരുന്നു. നല്ലായിരുന്നു. മാസ് പടം. ഇറ്റ്സ് എ മാസ് മൂവി. മാസ് മൂവിയാണ്. ഇടയ്ക്ക് കുറച്ച് ലാഗ് ഫീൽ ചെയ്തു. ബട്ട് ടുവേർഡ്സ് ദി എൻഡ് ഇറ്റ് വാസ് റിയലി നൈസ്. അപ്പൊ നമ്മളെ ലോകേഷ് നിരാശപ്പെടുത്തിയില്ല. ഇല്ല, ലോകേഷ് ഫിലിം ആണ്. റോക്കി സംഭവം എനിക്കൊരു ആവറേജ് ആയിട്ടാണ്. മ്യൂസിക് പറയായിരുന്നു. എന്ത് മ്യൂസിക് എങ്ങനെ ഉണ്ടായിരുന്നു? എന്തോ ആ ഒരു പുറത്ത് വന്ന സോങ്സ് കുഴപ്പമില്ലായിരുന്നു. പക്ഷേ BGM ഇടയ്ക്ക് കൊള്ളാം, ഇടയ്ക്ക് മീൻസ് ഭയങ്കര ഒരു സംഭവമായിട്ട് തോന്നിയില്ല. ഇനി മ്യൂസിക്കിനെ എലവേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടും കൂടെ ആ ഒരു കാര്യങ്ങൾ സ്ക്രീനിൽ കണ്ടല്ലേ ഉള്ളൂ. അപ്പം എനിക്കെന്തോ ആ ഒരു നമ്മുടെ സൗബിൻ എങ്ങനെ ഉണ്ടായിരുന്നു? സൗബിൻ ത്രൂ ഔട്ട് ഉണ്ട്. തുടക്കം മൂലം ഏറ്റവും കൂടുതൽ എനിക്ക് തോന്നുന്നത് രജനീകാന്തിനേക്കാളും കൂടുതൽ സൗബിനായിരുന്നു. സ്ക്രീൻ സ്പേസ് ഇത് കിട്ടിയിട്ടുണ്ടെന്ന് തോന്നുന്നു പുള്ളിക്കാരന്. പക്ഷേ പുള്ളിക്കാരൻ ഇടയ്ക്ക് നമ്മുടെ മലയാള സിനിമകളിൽ നമ്മൾ വിമർശിക്കുന്ന കുറച്ച് ഒരു എക്സ്പ്രഷൻസ് ഒക്കെ ഉണ്ട്. അതൊക്കെ ഇടയ്ക്കിടയ്ക്ക് കുറേ കയറി വന്നിട്ടുണ്ട്. മലയാളി പ്രേക്ഷകരായതുകൊണ്ട് നമുക്കത് അറിയാം. പക്ഷേ തമിഴ് പ്രേക്ഷകരായതുകൊണ്ട് അവർക്കത് ഫസ്റ്റ് ടൈം അങ്ങനെയൊക്കെ കാണുന്നതായിരിക്കും. പുള്ളിയുടെ സിനിമകളൊന്നും അധികമായിട്ട് കണ്ടിട്ടില്ലല്ലോ. അപ്പം കുഴപ്പമില്ല. ഒരു മോശം സിനിമ കംപ്ലീറ്റ്ലി സാറ്റിസ്ഫൈഡ് അല്ല. കംപ്ലീറ്റ് സാറ്റിസ്ഫൈഡ് അല്ല. ഒരു മോശം സിനിമയാണെന്ന് ഞാൻ പറയുന്നില്ല. കണ്ടിരിക്കാം. പിന്നെ ഒരു എവിടെയൊക്കെ ഒരു നമ്മുടെ ലോകേഷിന്റെ ബാക്കിയുള്ള വർക്കുകൾ വെച്ച് നോക്കുമ്പോൾ ഇല്ല ആ ഒരു ലീഗിലേക്ക് എന്തായാലും വരുന്നില്ല. കൈദിയോ അല്ലെങ്കിൽ വിക്രമോ ആ ഒരു റേഞ്ചിലേക്ക് വരുന്നില്ല. ആ ഒരു റേഞ്ചിലേക്ക് വന്നിട്ടില്ല. അല്ല, അതുകൊണ്ട് ലാസ്റ്റിൽ ക്യാമിയോ ആണെന്നാണല്ലോ പറഞ്ഞത്. അപ്പോൾ ആ ഒരു ഷോർട്ട് നോട്ടീസിലുള്ള ഒരു റോളേ ഉള്ളൂ. ബട്ട് ആസ് സൈഡ് ആ ഒരു ലൊക്കേഷൻ്റെ ഒരു സംഭവം ഇറ്റ് വാസ് നോട്ട് ദാറ്റ് ഗ്രേറ്റ്. പിന്നെ പഴയ കുറേ ആക്ടേഴ്സ് ഉപേന്ദ്ര അനോള പുള്ളിക്കാരൻ നല്ല സൂപ്പറായിട്ടുണ്ട്. പക്ഷേ ഇറ്റ് വാസ് ഓക്കെ. ആ BGM ആയിരുന്നാലും ഇപ്പം ജയിലറിലൊക്കെ വന്ന സംഭവം ഉണ്ടല്ലോ, അത്രയും അനിരുദ്ധിന് വർക്ക് ആയില്ല അന്ന് തോന്നി കേട്ടോ. അത് കാര്യം എന്ന് വെച്ചാൽ നെൽസന്റെ ജയിലറിൽ നമുക്ക് നമ്മുടെ പഴയ പാൻ ഇന്ത്യൻ സ്റ്റാർസ് ഒക്കെ വന്നിട്ടുണ്ടായിരുന്നല്ലോ. അതേപോലെ 1-2 ഷോട്ട്സ് ഉണ്ട്. എന്നാലും ജയിലറിൻ്റെ അത്ര അത് എനിക്ക് ഫീൽ ചെയ്തൊരു കാര്യമാണ്. ജയിലറിൻ്റെ അത്ര ഒരു ഇമ്പാക്റ്റ് ഇതിന് വന്നിട്ടില്ല. പേഴ്സണൽ ഒപ്പീനിയൻ ആണ്. ഇത് കേട്ടിട്ട് വേറെ ഒന്നും പറയും. ബിക്കോസ് നമ്മുടെ ഒപ്പീനിയൻ ആണല്ലോ നമ്മൾ പറയേണ്ടത്. പേഴ്സണലി ജയിലറിൻ്റെ അത്രയും ആ ഒരു പാൻ ഇന്ത്യൻ സ്റ്റാർസിനെ കൊണ്ടുവന്നത് ശരിയായില്ല എന്നൊരു ഫീലുണ്ട് സ്ക്രീനിൽ കണ്ടപ്പോൾ. അങ്ങനത്തെ ഒരു മൂവ്മെൻറ്റേ ഉള്ളൂ. അല്ലാതെ പ്രത്യേകിച്ച് അവർ വന്നതുകൊണ്ട് ഒരു ഹൈപ്പ് മൂവ്മെൻറ്റ്സ് ഒന്നും ഉണ്ടായിട്ടില്ല. പിന്നെ അനിരുദ്ധിൻ്റെ ബാക്ക്ഗ്രൗണ്ടും വലിയൊരു ഇമ്പാക്റ്റ് ഇതിൽ ഉണ്ടാക്കിയിട്ടില്ല. കൊണ്ടുവന്നു. പക്ഷേ ലൈറ്റ് ഹൗസ് ആക്കി കളഞ്ഞു. രജനീകാന്തിൻ്റെ 1 man ഷോയും കാര്യങ്ങളൊക്കെ ഓക്കെയാണ്. പക്ഷേ ലോകേഷിൻ്റെ കരിയറിൽ ഏറ്റവും മോശം പടം വിജയനോട് ചെയ്ത 2 പടങ്ങളായിരുന്നു. പക്ഷേ കൂലി ഇറങ്ങിയതിനു ശേഷം കൂലിയാണ് ഏറ്റവും മോശം പടം. ആ ലെവലിൽ അതായത് നമ്മൾ ലോകേഷിൻ്റെ പടം എന്ന് പറയുമ്പോൾ ഒരു എക്സ്പെക്ടേഷൻ ഉണ്ടല്ലോ, ഒന്നുമില്ല ആക്കി കളഞ്ഞു. ക്യാമിയോയും അതും ഇതെല്ലാം കൊണ്ടുവന്നിട്ട് അമീർ ഖാൻ അടക്കം കൊണ്ടുവന്നിട്ട് നശിപ്പിച്ച് കളഞ്ഞു. വെറും ബംഗാളി പോലെ ആക്കി കളഞ്ഞു. ഒന്നുമില്ല. അനിരുദ്ധ് എന്തൊക്കെയോ പണ്ണുന്നുണ്ട്. പക്ഷെ നമുക്ക് നമുക്ക് ഫീൽ ആവുന്നില്ല. ആ ലെവലാണ് അനിരുദ്ധിന്റെ പണ്ണല്. സൗബിനൊക്കെ ഓക്കെയാണ്, പൊളിയായിരുന്നു. പക്ഷേ ഈ പടം നമുക്ക് ലോകേഷിന്റെ ഒരു പടം ഇതിലും ഭേദം ലിയോയുടെ ഇന്റർവ്യൂവിൽ പൊളിയായിരുന്നു. അതിലും പോഷെ ഒരു വായിക്ക് കൊള്ളത്തില്ലായിരുന്നു. നമുക്ക് ഒരു സീനെങ്കിലും എടുത്ത് പറയാനുള്ളതായിട്ടൊന്നുമില്ല. നമുക്ക് ലോകേഷിന്റെ പടം എന്നുള്ള സംതൃപ്തി ഉണ്ടല്ലോ, അതില്ല. ലോകേഷിനും കണ്ണെട്ടായിരിക്കും ഒരു പടം വേണമല്ലോ, അത് തന്നെയാണ് കൂലി. കറൊന്നുമില്ല. അനിരുദ്ധ് പണി ലോകേഷ് ഊമ്പി ഊമ്പലായി പോയി. സൗബിന് അതാണ് പറഞ്ഞത്. ഈ പടത്തിൽ നമുക്ക് എടുത്ത് കാണാതെ സൗബിന്റെ കുറച്ച് സീക്വൻസ് ആണ് ഇതിൽ ഉള്ളത്. പിന്നെ നമുക്ക് കുറച്ച് BGM കാര്യങ്ങളൊക്കെ കൊള്ളാം. BGM എനിക്ക് ഇഷ്ടപ്പെട്ടു. സൗബിനെ ആദ്യമേ നല്ല തുടക്കത്തിൽ നല്ല ഡെവലപ്പായിട്ട് കൊണ്ടുവന്നിട്ട് ഫസ്റ്റ് ഹാഫും സെക്കൻഡ് ഹാഫും നല്ല രീതിയിൽ കൊണ്ടുവന്നിട്ട് ഏറ്റവും ലാസ്റ്റ് ഇറ്റാച്ചി എടുത്തോണ്ട് കുഴിയെടുത്ത് ലാല് വെട്ടി അങ്ങ് മൂടികളാണ്. അല്ല, സൗബിന്റെ ഒരു ആക്ടിങ്ങിലാണ് നമ്മൾ ഇരുന്നത്. പിന്നെ രജനി സാറിന്റെ അഭിനയം എന്ന് പറയുന്നത് പഴയ ശൈലി തന്നെയാണ്. കഥ, രോഗിയുടെ കഥ, തിരക്കഥ, സംഭാഷണം എല്ലാം ഉച്ചം ഉഷ്ണം മൂഞ്ച കൃഷ്ണ എന്നേ പറയാൻ പറ്റത്തുള്ളൂ. ഇല്ല, ഞാൻ ഫസ്റ്റ് ഹാഫ് കണ്ടപ്പോഴത്തേക്ക് എനിക്ക് വലുതായിട്ട് എനിക്ക് ബോധിച്ചിട്ടില്ല. വിക്രത്തിന്റെ 7 ഡയലോഗത്ത് വന്നിട്ടില്ല, ജയിലറിന്റെ 7 ഡയലോഗത്ത് വന്നില്ല. നമുക്ക് ഒരു റീല് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ അവരെടുത്ത് പറയാനുള്ള സീക്വൻസിന്റെ ഡയലോഗ് ഒന്നുമില്ല. പിന്നെ BGM ഉണ്ട്. പിന്നെ സൗബിൻ കാക്കയുടെ കുറച്ച് സംഭവങ്ങളുണ്ട്, അതൊത്തി കാണാം. പിന്നെ ശ്രുതിഹാസൻ തുടക്കം മുതൽ അവസാനം വരെ ഉണ്ട്. എന്തിനാ പറയാൻ രജനീകാന്ത് സാർ അടിപൊളിയായിരുന്നു. വെരി വെരി സൂപ്പർ. രജനീകാന്ത് സാറിന്റെ ഫാനാണ്. സാറിന്റെ ഭാഷ പടയപ്പ ഭാഷ ഒരു വാട്ടി സൊല്ലാൻ 100 വാട്ടി സൊല്ല മാട്ടേ. ഒന്ന് നടക്കുന്ന കാണാം. സ്ലോ മോഷൻ. ഓക്കെ. ഡയലോഗ് ഭാഷ പടയപ്പ വണക്കം.
ബ്രോ പടം എങ്ങനെയുണ്ടായിരുന്നു? ഇപ്പോൾ പടം എങ്ങനെയുണ്ടായിരുന്നു? എന്നാ പറ്റി? എന്നാ പ്രശ്നം എന്നാ? ഇപ്പൊ മാറിയിട്ടില്ല. ആരാ സ്കോർ ചെയ്ത ഏറ്റവും കൂടുതൽ? രജനീകാന്ത് സൗബിനൊക്കെ വിഷയമാണ്. ഒരു രക്ഷയില്ല. അമീർ ഖാനെ പറയാൻ പറ്റില്ല, പോയി കാണാൻ തന്നെ. ഇന്റർവെൽ പഞ്ച് ഈ പടം എല്ലാം കില്ലോ അവസാനം വരെയും നമുക്ക് അവിടെ ഇരുത്തി കത്തിച്ചിട്ടുണ്ടോ? പിന്നെ അല്ലാണ്ട് തിയേറ്ററിൽ നിന്ന് എണീക്കാൻ പറ്റൂല, ഇരുന്ന് കണ്ടു നമ്മള്. തിയേറ്ററൊക്കെ പൂരപ്പുറം ഓഡിയൻസ് ഉള്ളില്ല, അത് വേറെ കാര്യം. പക്ഷെ നല്ല രസമായിരുന്നു. പ്രതീക്ഷിച്ച പോലെ എനിക്ക് നല്ല എക്സ്പെക്ട് ചെയ്ത പോലെ നല്ലപോലെ കിട്ടിയിട്ടുണ്ട്. സൗബിൻ കൊള്ളാം, അനിരുദ്ധിന്റെ BGM പ്ലേസ്മെന്റ്സ് ഒക്കെ കിണ്ണം, എഡിറ്റിംഗ് വൈസ് കൊള്ളാം, ഫൈറ്റ് സീക്വൻസ് കൊള്ളാം, എല്ലാം രസമായിട്ടുണ്ടായിരുന്നു. ഒരു രക്ഷയില്ല. സെറ്റ് എന്ന് പറഞ്ഞ സെറ്റ് ഭയങ്കര സാറ്റിസ്ഫൈഡ് ആയിരുന്നു പടം കണ്ടിട്ട്. എന്താ പറയാ, ഭയങ്കര രോമാഞ്ചമായിരുന്നു പടം കണ്ടിട്ട്. ഓവറായിട്ട് ഇങ്ങനെ രജനീകാന്തിന്റെ ആ ഒരു നോർമൽ ക്ലീഷ ആ ഒരു സംഭവം ഇല്ല, ഭയങ്കര വെറൈറ്റി ആയിട്ടുണ്ടായിരുന്നു. അടിപൊളിയായിരുന്നു. நடிப்பு நல்லா இருக்கு. என்னைக்கும் சூப்பர் ஸ்டார் போலாம். പൊളിച്ചടിക്ക്. ഇല്ല പടം അടിപൊളി പടം. ആരാ സ്കോർ ചെയ്തരാ? എല്ലാരും ബ്രോ പടം കണ്ടായിരുന്നു? ആരാ സ്കോർ ചെയ്തരാ? നല്ല ബ്രോ പടം കണ്ടായിരുന്നു? അടിപൊളി. ബ്രോ പടം കണ്ടായിരുന്നു? നല്ല പടം എങ്ങനെയുണ്ട്? പടം കൊള്ളാം. ഇങ്ങനെ ലിയോകളുണ്ടോ? ഏകദേശം ഒരേപോലെയൊക്കെ തന്നെ. എങ്ങനെയുണ്ടായിരുന്നു? സൂപ്പർ. ഇതുവരെയ്ക്ക് തീർക്കണം. ബ്രോ പടം കണ്ടായിരുന്നു? ഓക്കെ. പവർ ഹൗസ് നല്ല